ആൾക്ക് ഇങ്ങനെ അവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ആരും ഇല്ലാതെ ഒരു ജീവിതം എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് ഇപ്പോൾ ഈ ഡിവോഴ്സൊക്കെ ആവുകയാണെങ്കിൽ നാട്ടിൽ വന്നിട്ട് ആരെങ്കിലുമൊക്കെ കല്യാണം കഴിക്കാമെന്ന് നമുക്കായിരുന്നു പ്ലാൻ. അതിൻ്റെ ഇടയ്ക്കാണ് ലിയാൻ്റെ കാര്യം പറഞ്ഞ വേണ്ടിയാണ് നമ്മൾ വീണ്ടും ഒരുമിച്ചത്. ഇത് എൻ്റെ കൊച്ചിന് വയ്യാന്ന് ഞാൻ പറയാൻ നിങ്ങൾ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളികൾ തന്നെ ഞെട്ടിത്തെരിക്കുന്ന ഒരു വാർത്തയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണകുമാറിന്റെ അമ്മായിയമ്മ വന്ന് പറഞ്ഞത്. അതായത് ഒരു മനുഷ്യന് പ്രായമായി കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും. അതെല്ലാ വീടുകളിലും ഉള്ളത് തന്നെയാണ്. പക്ഷേ ഇതുപോലെ ഇത്രയും സാമ്പത്തികവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടും അമ്മയെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്ത് സന്ദേശമാണ് നൽകുന്നത്? അതായത് നിങ്ങളെയൊക്കെ ഫോളോ ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരില്ലേ, സിന്ധു മേഡം, അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ കണ്ടിട്ടല്ലേ പഠിക്കുന്നത്. എത്രയെത്ര ആൾക്കാരാണ് നിങ്ങളുടെ വീഡിയോ തന്നെ വീക്ഷിക്കുന്നത്. ഇന്നിപ്പോഴും നിങ്ങളുടെ അവസ്ഥ എന്താണ്? അതായത് നിങ്ങളുടെ അമ്മയ്ക്ക് ഒരു നേരത്തെ ആഹാരത്തിനോ മരുന്നിനോ ഉള്ള വക പോലും നിങ്ങൾ കൊടുക്കുന്നില്ല എന്ന് നിങ്ങളുടെ അമ്മ തന്നെയാണ് പറയുന്നത്, അല്ലാതെ വേറെ ആരുമല്ല. അതുമാത്രവുമല്ല, നിങ്ങളുടെ മകള് അഹാന കൃഷ്ണ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയേണ്ടത് യുവതി എന്തൊക്കെയാണ് അമ്മൂമ്മയെ വിളിക്കുന്നത്. നിങ്ങളുടെ അമ്മയെയല്ലേ ഇങ്ങനെ പേരിട്ട് വിളിക്കുന്നത്? അതുപോലെ തന്നെ നിങ്ങളുടെ അമ്മയെ പറയാത്ത വാക്കുകളുണ്ടോ? അവൾ ഇവൾ എന്നാണോ പറയേണ്ടത്? ഒന്നുമില്ലെങ്കിലും നിങ്ങളും ആ വയറ്റിൽ പറന്നു വന്നതല്ലേ, അതിൻ്റെ ഒരു മാന്യതയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ മക്കളോട്? മക്കള് കേൾക്കത്തില്ല എന്ന് നമുക്കറിയാം. അതായത് നിങ്ങൾ പറയുന്ന ഒന്നും മക്കള് കേൾക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കത്തില്ലല്ലോ. അതായത് ഇതിലും സാമ്പത്തിക ശേഷി ഇല്ലാത്ത ആൾക്കാർ വരെയുണ്ട്. നിങ്ങൾക്കറിയോ, ജോലിക്ക് പോലും പോകാൻ കഴിയാതെ കിടന്ന കിടപ്പിലെ അമ്മയെ നോക്കുന്ന, അതായത് കിടപ്പിലായി പോയ അമ്മയെ നോക്കുന്ന മക്കളുണ്ട്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഒരുപാട് പേരുണ്ട്, ഈ വീഡിയോ കാണുന്നവർ തന്നെയുണ്ട്. ഒരു ജോലിക്ക് പോലും അവർക്ക് പോകാൻ കഴിയുന്നില്ല, 10 പൈസയുടെ വരുമാനമില്ല, എന്നിട്ടും തൻ്റെ അമ്മയെ പൊന്നുപോലെ നോക്കുന്ന മക്കളുണ്ട്. വലിയ വലിയ വീടുകളിൽ നടക്കുന്നത് ഇതാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതായത് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സൗധങ്ങളുണ്ട്, വലിയ മണിമാളികകളുണ്ട്. ആ അമ്മയ്ക്കൊരു കുറവുമില്ല. കാരണം എന്താ അറിയാ, വലിയ വീടുണ്ട്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നല്ല വലിയ വലിയ മക്കളാ, അതായത് വലിയ വലിയ മക്കള്, എന്താ വെച്ചാൽ വലിയ നിലയിലുള്ള മക്കളുണ്ട്. ആ അമ്മയ്ക്ക് ഒരു കുറവുമില്ല. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു കുറവുമില്ല. അമ്മയ്ക്ക് വളരെ സുഖമാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല സുഖമാണ് അമ്മക്ക്. പക്ഷേ അമ്മ ഇന്ന് പറയുന്നത് കേട്ടപ്പോഴില്ലേ, എല്ലാവരുടെയും മനസ്സലിഞ്ഞുപോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ പല കമന്റുകളും ഞാൻ കണ്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ വീടുകളിലും ഇങ്ങനെ കാണും വയസ്സായവര്, അതുപോലെ തന്നെ വയസ്സായവർക്ക് ശാഠ്യം കൂടുതലാണ്, നാളെ നമ്മൾക്കും വയസ്സാകും എന്ന് ഇവർക്കാർക്കും മനസ്സിലാകുന്നില്ല. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ അമ്മയെ നോക്കിയത്, അതുപോലെ തന്നെ നിങ്ങളെ മക്കൾ നിങ്ങൾ നോക്കത്തുള്ളൂ. ഇവരെ പോലെയുള്ള ആൾക്കാരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള വൃദ്ധ സദനങ്ങൾ കൂടുതലാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ പറയുള്ളൂ. ഈ വൃദ്ധസദനിൽ കിടക്കുന്ന ആൾക്കാരൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക ശേഷി തീരെയില്ലാത്തവരൊന്നും അല്ല. അത്യാവശ്യം ഉള്ളവർ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വൃദ്ധസദനത്തിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ വയസ്സായി കഴിഞ്ഞാൽ എല്ലാവരും ഒരു ബാധ്യതയാണ്. വയസ്സായവർ ബാധ്യത എന്ന് പറയുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അതായത് ഇവർക്ക് വയസ്സാകുന്നോ അല്ലെങ്കിൽ ഇവരുടെ അമ്മ എങ്ങനെയാണ് ഇവരെ നോക്കിയത് എന്നോ അതൊന്നും ഒരു പ്രശ്നമേ അല്ല. വയസ്സായവര് നമുക്കൊരു ബാധ്യതയാണ്. വയസ്സായവരെ നമുക്ക് നോക്കാൻ കഴിയില്ല. വയസ്സായ ഒരു മനുഷ്യനുണ്ടെങ്കിൽ പിന്നെ വേറിയടി പോകാൻ പറ്റൂലടോ. അതാന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് പോലും പോകാൻ പറ്റൂല. പിന്നെന്ന് പറഞ്ഞാൽ ശാഠ്യങ്ങളായിരിക്കും. അമ്മയ്ക്ക് വേണമെങ്കിൽ വേലക്കാരിയെ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഹോം നേഴ്സിനെ വെച്ച് കൊടുക്കാം. ഇതാണോ മര്യാദ? നിങ്ങളെയൊക്കെ നോക്കിയത് ഹോം നേഴ്സിനെ വെച്ചാണോ? ഇവിടെ ഇപ്പോഴും പറയുന്നുണ്ട്, അമ്മ എനിക്ക് സ്നേഹം തന്നില്ല, അമ്മ എന്നെ നോക്കിയിട്ടില്ല, അമ്മ എന്നെ ഇതാക്കിയിട്ടില്ല, അമ്മൂമ്മ എന്നെ സ്നേഹിച്ചിട്ടില്ല, അമ്മൂമ്മയ്ക്ക് എല്ലാ സ്നേഹവും മറ്റേവളോടായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടു. ഇതൊക്കെ എപ്പോഴാണ് നിങ്ങൾ തിരിച്ചറിഞ്ഞത്? ഇതൊക്കെ തിരിച്ചറിഞ്ഞത് എപ്പോഴാ? നിങ്ങൾക്ക് ബുദ്ധി ഉറച്ചപ്പോഴേ, അതുപോലെ തന്നെ നിങ്ങൾക്ക് സാമ്പത്തികം ഉണ്ടായപ്പോഴേ അല്ലേ? അതിനു മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മൂമ്മ എവിടെ തന്നെ ഇല്ലേ? നിങ്ങളെ ചെറുപ്പകാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ എടുത്തു കൊഞ്ചിച്ച് നടന്ന, അല്ലെങ്കിൽ നിങ്ങളെ ഒരു വട്ടമെങ്കിലും നിങ്ങൾക്ക് പിന്നെ പാല് കുടിക്കാൻ തന്ന, ഇല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുളിപ്പിച്ച ആ അമ്മൂമ്മയെ എന്താ വിളിച്ച പട്ടിച്ചീന്ന. വളരെ മോശമാണ് മോളെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ക് കിട്ടാതെ നോക്കിക്കോന്നേ ഞാൻ പറയുള്ളൂ. അഹാനയോട് പറയാനുള്ളത് പ്രാക്ക് കിട്ടാതെ നോക്കിക്കോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും 75 വയസ്സായ ആ അമ്മയെ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ മാത്രമാണ്. ആ അമ്മൂമ്മ ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കാല് പിടിക്കാൻ വന്നിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ആ അമ്മൂമ്മയെ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കാതിരിക്കാം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ ഗ്രൂപ്പിൽ നിന്ന് കട്ട് ചെയ്യാം. അതിന് പകരമായിട്ട് ചൂലെടുത്ത് തല്ലും, അതുപോലെ തന്നെ ഞാൻ അടിക്കും എന്ന് പറഞ്ഞപ്പോൾ അമ്മൂമ്മ എന്താ പറഞ്ഞു? ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറയുന്നു. ആ ഒരു ഗതി വേറെ ആർക്കും വരുത്താതിരിക്കട്ടെ. അതേ എനിക്ക് പറയാനുള്ളൂ.
നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ പറയുന്നില്ല അയ്യോ വീടില്ലേ, ഞങ്ങൾക്ക് വീടില്ല, ഞങ്ങൾക്ക് ഒന്നുമില്ല, റേഷനരി കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ ഭാഗ്യവാന്മാരാന്നേ ഞാൻ പറയുള്ളൂ. കാരണം നിങ്ങൾക്ക് അതെങ്കിലും ഉണ്ട്, അത് സ്നേഹത്തോടു കൂടി കോരിത്തരാൻ ആൾക്കാരുണ്ട്. പക്ഷേ അതുപോലും ഇല്ലാത്ത ഇവരെ പോലെയുള്ള ഈ ഒരു വസന്ത അമ്മയെ പോലെയുള്ള ആൾക്കാർ നിങ്ങൾ ആലോചിച്ച് നോക്ക്. പറയാൻ വേണ്ടിയിട്ട് മക്കളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നവരാണ്. അതായത് വരുമാനങ്ങൾ, സിനിമാ താരങ്ങളാണ്, സെലിബ്രിറ്റികളാണ്. ആ വീട്ടിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയാണ് ഒരു മാസത്തെ വരുമാനം. എന്നിട്ടും സ്വന്തം അമ്മയ്ക്ക് കൊടുത്ത എന്ന ചുരിദാർ വരെ എടുത്തു കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പരം വേറെ എന്താണ് ഇവരോടൊക്കെ പറയേണ്ടത്? ഇവരോടൊക്കെ നിങ്ങളൊന്ന് പറ, ഇതൊരു മര്യാദയാണോ ശരിക്ക്? ഇത് കേട്ടപ്പോഴേ ഇവരെന്ത് ന്യായീകരണം പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഈ അഹാന കൃഷ്ണ എന്ന് പറയുന്ന ആ ഒരു യുവതി തിരിഞ്ഞു നോക്കണ്ട, അവർക്ക് അതിൻ്റെ ആവശ്യമേ ഇല്ല, അവരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാളാണ്. പക്ഷേ ആ അമ്മ സിന്ധു എന്ന് പറയുന്ന അമ്മ അങ്ങനെയാണോ ചെയ്യേണ്ടത്? സിന്ധു എന്ന് പറയുന്ന അമ്മ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അവര് മകളല്ലേ. ഇനി എന്തിൻ്റെ പ്രശ്നം ഉണ്ടായാലും ഇനിയിപ്പം മൊത്തം ഇടിഞ്ഞു വീണ് കഴിഞ്ഞാലും അമ്മ തന്നെയല്ലേ. എന്നിട്ട് അച്ഛനുമായിട്ട് തെറ്റിക്കാൻ വേണ്ടി നോക്കുന്ന മക്കള് എന്തിനാണ് അമ്മേന്റെ പേരിൽ ഇത്തിരി ഇത് എഴുതി കൊടുത്തത്? ആ അച്ഛൻ തന്നെ പറഞ്ഞത് വഞ്ചകി എന്നാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു മകളെ പറ്റിയിട്ട് ഒരു അച്ഛൻ അങ്ങനെ പറയണമെങ്കിൽ അവസാന കാലത്ത് അയാൾ ഭയന്നുപോയി. എന്താണെന്ന് വെച്ചാൽ ഇവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ നോക്കിയിട്ടില്ലെങ്കിൽ എന്നൊരു ഭയം. വലിയ വലിയ വീടുകളിൽ ഇതെല്ലാടോ സംഭവിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ കൊട്ടാരങ്ങളും, ഇപ്പൊ ഇതിൻ്റെ അകത്തൊരു പാട്ട് കേട്ടില്ലേ, അകലെ കാണുമ്പോൾ സുന്ദരമാ മന്ദിരം, അകപ്പെട്ട ഹൃദയങ്ങൾ കതുതാൻ കാരാഗ്രഹം. അതേപോലെ തന്നെയാണ്. അതായത് എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വലിയ സംഭവമാണ്, അല്ലെങ്കിൽ നല്ല വീടാണ്, കാര്യങ്ങൾ ഇതേ ഉള്ളൂ. മാനസികപരമായിട്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വീക്കാണ്. അതായത് ഇവരെ ഒന്ന് സ്നേഹിക്കാനോ ശ്രദ്ധിക്കാനോ ഒരു മനുഷ്യന്മാർ പോലുമില്ല. അത് തന്നെയാണ് മിക്ക വീടുകളിലും നടക്കുന്നത്. കാണുമ്പോൾ വലിയ സൗധവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവിടെ ഒരു കുഞ്ഞുങ്ങളില്ല. ആ കോട്ടയം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അങ്ങ് പത്തനംതിട്ട ആ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് വലിയ വലിയ വീടുകൾ കാണാം. ആ വീട്ടിലുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ വിദേശത്താണ്. പാപം അച്ഛനും അമ്മയും മാത്രമാണ് അവിടെ ഉണ്ടാകുക. ആ അച്ഛനെയും അമ്മയെയും നോക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു ഹോം നേഴ്സ് ഉണ്ടാകും. ഇനി ഇവരൊക്കെ ലീവിന് വന്നു കഴിഞ്ഞാലും ഈ അച്ഛനെയും അമ്മയും ഒന്നും ആരും ശ്രദ്ധിക്കത്തില്ല, ഒരു മനുഷ്യന്മാർ പോലും ശ്രദ്ധിക്കത്തില്ല. അങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇഷ്ടംപോലെ പണം ഉണ്ടാക്കിയവരാണ് ഇവരൊക്കെ. ഒരുപാട് പണം ഉണ്ടാക്കി, പക്ഷെ ജീവിക്കാൻ മറന്നുപോയി. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ അമ്മൂമ്മ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ അമ്മൂമ്മയ്ക്കില്ലാത്ത കുറ്റങ്ങളില്ല. അമ്മൂമ്മ OCD-കാരിയാണ്, അമ്മൂമ്മ ഭയങ്കര ഷാഢ്യക്കാരിയാണ്, അമ്മൂമ്മയ്ക്ക് വേറെ ആരെയും ഇഷ്ടമല്ല. എന്നിട്ടാണോടോ നിങ്ങളെയൊക്കെ ഇത്രയും നാൾ വളർത്തിയത്? ഈ ഇഷ്ടമില്ലാത്ത അമ്മൂമ്മയല്ലേ നിങ്ങളെയൊക്കെ ഇത്രയും പ്രാപ്തരാക്കിയത്? എന്നിട്ട് ഇതാണോ പറയേണ്ടത്? അതുകൊണ്ടാണ് പറയുന്നത്, ശാപം കിട്ടാതെ നോക്കിക്കോ. പൈസയും കാര്യങ്ങളൊന്നും അല്ല, ഈ പൈസയൊന്നും പോരാ. ഈ പൈസേനെക്കാട്ടിയും വലുത് ദൈവം തരും ചിലപ്പോഴേ. അത് മനസ്സിലാക്കിയിരുന്നു, അതേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ ഇല്ലാതായി പോട്ടെ എന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊന്നും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ കാണുന്നില്ലേ ചില സെലിബ്രിറ്റിയൊക്കെ കാണുന്നില്ലേ, എത്ര ഉയരത്തിൽ പറന്നതാണ്. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടക്കുന്ന കിടപ്പ് കാണുന്നില്ലേ. ഏത് മനുഷ്യനായി കഴിഞ്ഞാലും അത്രയേ വേണ്ടൂ. ഒരു പനി വന്നാൽ മതി, അതിലധികമൊന്നും വേണ്ട. ഒരു പനി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ അഹങ്കാരവും കാര്യങ്ങളെല്ലാം നശിച്ചു. എന്നിട്ട് ഇവിടെ വെച്ച് പറയുകയാണ്, എന്തൊക്കെയാ പറയുന്നത് അമ്മമ്മേ. അതായത് ഇന്നലെ ഒരു വീഡിയോ ഇട്ടപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നല്ല രീതിയിൽ പൊതിഞ്ഞിട്ടുണ്ട് ഈ കൊച്ചിന്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്ത് വേദനയാണ് തന്നത്. അതായത് സ്വന്തം അമ്മയുണ്ടായിട്ടും ഇങ്ങനെ ഒരു അമ്മയൊക്കെ വേണടോ. എവിടെയെങ്കിലും വെച്ച് ഈ അമ്മ കേൾക്കുന്നുണ്ടെങ്കിൽ പറയാം, നാണവും മാനവും ഉളുപ്പും ഉണ്ടോ നിങ്ങൾക്കൊക്കെ? ഒരു മകളുടെ മുഖത്ത് നോക്കിയിട്ട് എൻ്റെ അനുജത്തിയുടെ മകളാണെന്ന് പറഞ്ഞാൽ മതി എന്ന്. എവിടെ നിന്നടോ വന്നത് താനൊക്കെ? എന്തോന്ന് കുടുംബടോ ഇത്? ഇതാണോടോ ആഭിജാത്യോ അന്തസ്സുള്ള കുടുംബം? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തൊരു മനുഷ്യന്മാരാണ് അവിടെയൊക്കെ ജീവിക്കുന്നത്. മനുഷ്യന്മാർ തന്നെയാണോ നിങ്ങളൊക്കെ? ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയെ ഇങ്ങനെ വിളിക്കണമെങ്കിൽ നിങ്ങളൊക്കെ നാക്ക് എന്താണ്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഏതായാലും ഒരു കാര്യം ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാം, അതായത് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ കാര്യം തന്നെയാണ്. ഇതിനൊന്നും ഒരു കാരണവശാലും മാപ്പില്ല മോളെ, മാപ്പില്ല. എന്തോ പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോഴിവിടെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ കുറേ ആൾ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. എന്ത് കേസ് കൊടുത്തു കഴിഞ്ഞാലും നാട്ടുകാരുടെ മുന്നിൽ നിങ്ങളെ എല്ലാവർക്കും മനസ്സിലായില്ലേ, അത് തന്നെ ഒരു വലിയ കാര്യമല്ലായിരുന്നു. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ ആയിട്ട് വരാം.